ഇന്ത്യൻ ഹോക്കിയിലെ എക്കാലത്തെയും അത്ഭുതമാണ് ധ്യാൻചന്ദ്. ഇന്ത്യക്ക് തുടർച്ചയായി ഒളിമ്പിക്സിൽ 3 സ്വർണ്ണ മെഡലുകൾ നേടിത്തന്ന ഹോക്കി മാന്ത്രികനായിരുന്നു ധ്യാൻചന്ദ്. ഉത്തർപ്രദേശിലെ പ്രയാഗിലാണ് ഇഷ്ടം ജനിച്ചത്. യഥാർത്ഥ പേര് ധ്യാൻ സിംഗ് എന്നായിരുന്നു. ചന്ദ്രൻ എന്നർത്ഥമുള്ള ചന്ദ് എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ആദ്യ കോച്ചായിരുന്ന പങ്കജ് ഗുപ്തയാണ്. പങ്കജ് ഗുപ്ത അന്ന് ഒരു പ്രവചനവും നടത്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവൻ ഹോക്കിയുടെ വിഹായസിൽ നിലാവ് പൊഴിക്കുന്നവനാകും. അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റിയില്ല. മരക്കൊമ്പ് കൊണ്ട് സ്റ്റിക്കുണ്ടാക്കി തുണി കൊണ്ടുള്ള പന്തുണ്ടാക്കിയായിരുന്നു ആദ്യം കളിച്ചു തുടങ്ങിയത്. 16-ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ പിന്നാലെ പട്ടാളത്തിലെത്തിയപ്പോഴാണ് ചന്ദ് കളി കാര്യമാക്കിയത്. ഒളിമ്പിക്സിലെ അരങ്ങേറ്റം 1928-ലായിരുന്നു. ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ നെതർലൻഡ്സ് ആയിരുന്നു കലാശക്കളിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. അന്ന് 3 ഗോളുകൾക്കാണ് നെതർലൻഡ്സിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതിൽ 2ഉം ധ്യാൻചന്ദിന്റെ വകയായിരുന്നു. തൊട്ടടുത്ത ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസിലായിരുന്നു. ലോകം മുഴുവൻ ഇന്ത്യയുടെ അന്നത്തെ വിജയം മറന്നാലും ഒരു കാലത്തും അമേരിക്കയ്ക്ക് അത് മറക്കാനാവില്ല. കാരണം 24 തവണയാണ് അമേരിക്കയുടെ നെഞ്ചിലേക്ക് ഇന്ത്യ നിറയൊഴിച്ചത്. അതിൽ 8 ഗോളുകളും ധ്യാൻചന്ദിന്റെ വകയായിരുന്നു. അന്ന് ധ്യാൻചന്ദിനോടൊപ്പം അനുജൻ രൂപ് സിംഗും കളിക്കാനുണ്ടായിരുന്നു. രൂപ് സിംഗും അടിച്ചു അന്ന് 10 ഗോളുകൾ. ഇന്ത്യൻ ടീമിന്റെ നായകനാകുക എന്ന ധ്യാൻചന്ദിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായത് 1936-ലെ ബെർലിൻ ഒളിമ്പിക്സിലായിരുന്നു. അന്ന് കലാശക്കളി ജർമ്മനിക്കെതിരെ തന്നെയായിരുന്നു. അന്നത്തെ കളി കാണാൻ സാക്ഷാൽ ഹിറ്റ്ലറും സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. എണ്ണം പറഞ്ഞ 6 ഗോളുകൾക്ക് ഇന്ത്യ ജർമ്മനിയുടെ പത്തി താഴ്ത്തി. അങ്ങനെയാണ് വിജയനായകനായ ധ്യാൻചന്ദ് ഇന്ത്യയുടെ കായിക ആകാശത്ത് ഒരിക്കലും അസ്തമിക്കാത്ത നിലാവായി മാറിയത്.